ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നമ്മളുടെ സജീവമായ ഇടപെടലും ഒരു ക്രൈസിസ് മാനേജ്മെന്റ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ വട്ടപൂജ്യമാണ് ശ്രീ ഹൈബിയുടെ. ടീഷർട്ട് ഇട്ട് കൂട്ടവോട്ടം നടത്തുന്ന ജിമ്മിക്സ് ഉണ്ടല്ലോ, ആ കൂട്ടവോട്ടം നടത്തുന്ന ജിമ്മിക്സ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ആക്റ്റീവാണ്. ബുദ്ധിമുട്ട് വന്നിട്ട് ആളെ സമീപിച്ചാൽ ഇല്ല എന്നൊരു വാക്ക് പറയാറില്ല. ആവറേജ് ബിലോ എന്ന് പറയുമ്പോൾ ഒരു 3.5 കൊടുക്കാം. അദ്ദേഹത്തിന് 1 മാർക്ക് തന്നെ കഷ്ടിയാണ് കൊടുക്കാൻ പറ്റും. 9 മാർക്ക്. നമുക്ക് പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ 5 മാർക്ക്. 10 ഒരു 4 മാർക്ക് കൊടുക്കാം. 10 അതെ, അവർ മാർക്കിടുകയാണ്. തങ്ങളുടെ എംപിയുടെ 5 വർഷത്തെ പ്രവർത്തന മികവിനായി. ഈ മാർക്കാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുന്നത്. എറണാകുളം MLA എന്ന പദവിയിൽ നിന്നും 2019 ലോക്സഭാ MP എന്ന പദവിയിലേക്ക് മികച്ച പാർലമെന്റേറിയൻ എന്ന പേരെടുത്ത CPM-ലെ P. രാജീവിനെ 1,69,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് ഹൈബി ഈഡൻ എന്ന യുവാവ് ജയിച്ചു കയറിയത്. മണ്ഡലത്തിലെ ജനങ്ങൾ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനും 5 വർഷത്തെ പ്രവർത്തനത്തിനും താനല്ല മാർക്കിടേണ്ടതെന്ന് ഹൈബി ഈഡൻ പറയുന്നു. രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. MLA എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമും നിയമനിർമ്മാണ സഭയുടെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമായ പാർലമെൻറ്റിലെത്തുമ്പോൾ ഒരു വലിയ വ്യത്യാസം ഇതിൽ രണ്ടിലുമുണ്ട്. നിയമനിർമ്മാണ പ്രക്രിയയിലുണ്ട്, മണ്ഡലത്തിൻ്റെ വ്യാപ്തിയുടെ കാര്യത്തിലുണ്ട്, വികസന പദ്ധതികളുടെ കാര്യത്തിലുണ്ട്. പക്ഷേ ഒരു നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു MLA ആയ അനുഭവ സമ്പത്തും ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു ഇന്ത്യയുടെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ആളുകൾ, പരിചയസമ്പന്നരായിട്ടുള്ള, നമ്മൾ TV-യിൽ മാത്രം കണ്ട് പരിചിതമായ മുഖങ്ങളും, അതുപോലെ തന്നെ എന്നെക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരായിട്ടുള്ള, അപ്പോൾ പരിചയസമ്പന്നതയുടെയും യുവത്വത്തിൻ്റെയും എക്സ്പീരിയൻസ് ആൻഡ് യൂത്ത്ഫുൾനെസ്സിൻ്റെ ഒരു ബ്ലെൻഡായിരുന്നു പാർലമെൻറ്റ്. ഈ 5 വർഷം നിയമനിർമ്മാണ പ്രക്രിയയിൽ സജീവമായി ഇടപെട്ടു എന്നുള്ളത് മാത്രമല്ല, മണ്ഡലത്തിൻ്റെ വികസന പദ്ധതികളിൽ MP എന്നുള്ള രീതിയിൽ നിങ്ങൾ 20 മണ്ഡലങ്ങളും പരിശോധിച്ചാൽ അതിലേറ്റവും മുൻപന്തിയിൽ എറണാകുളമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല. ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളാണ് പരമാധികാരികളായിട്ടുള്ളത്. ജനങ്ങളാണ് എനിക്ക് മാർക്കിടേണ്ടത്. അത് സ്വമേധയാ ഒരു കുട്ടി പ്രോഗ്രസ് കാർഡ് എഴുതുന്നത് പോലെ മാത്രമായിരിക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് അവരെല്ലാ കാലങ്ങളിലും പ്രകടിപ്പിക്കും. അവർ കൃത്യമായി അത് അറിഞ്ഞു തന്നെ ആ മാർക്കുകൾ പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. 5 വർഷം കൊണ്ട് മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഹൈബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന 2 പ്രധാനപ്പെട്ട പദ്ധതികളാണ് എറണാകുളം ജംഗ്ഷനും ടൗണും വികസിപ്പിക്കുക എന്ന റെയിൽവേ പദ്ധതികൾ. 400 കോടി രൂപയും 300 കോടി രൂപയും മുടക്കി ഓട്ടോമേറ്റഡ് കാർ പാർക്കിംഗ് സംവിധാനം അടക്കം ആധുനികവൽക്കരിക്കുന്ന പദ്ധതികളും, എന്നാൽ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്ന തൃപ്പൂണിത്തറ പോലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്കീമിൽ പെടുത്തിക്കൊണ്ട് അതിൻ്റെ വികസന പദ്ധതികളും കൊച്ചി മെട്രോ റെയിലുമായി അത് ബന്ധപ്പെടുത്തുന്നതുമെല്ലാം ഈ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. മെട്രോ റെയിലിൻ്റെ 2nd ഫേസ് എക്സ്റ്റൻഷൻ ആണെങ്കിലും, പുതിയ ഹൈവേകളുടെ വികസനമാണെങ്കിലും, നമ്മുടെ അങ്കമാലി കുണ്ടന്നൂർ സമാന്തര ബൈപ്പാസ് ആണെങ്കിലും, കൊച്ചി തേനി ഹൈവേ ആണെങ്കിലും, NH-66ൻ്റെ പ്രവർത്തനങ്ങൾ, ഒരുപാട് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതിലെല്ലാം സമയബന്ധിതമായി ഇടപെട്ടു എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ്. കൊച്ചി ഫിഷറീസ് ഹാർബർ 169 കോടി രൂപയുടെ കേന്ദ്രത്തിൻ്റെ മുഴുവൻ പണം ഉപയോഗിച്ച് മത്സ്യ സമ്പ്രദ യോജനയും അതുപോലെ തന്നെ സ്പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ സാഗർമാല പദ്ധതിയിലും ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കൊച്ചി ഫിഷറീസ് ഹാർബർ ഒരു വലിയ വികസനത്തിൻ്റെ ഒരു ചിഹ്നമാണ്. മണ്ഡലത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വലിയ ജാഗ്രത കൊടുക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. നിങ്ങളിപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റ് ഇന്ത്യയിലെ സർക്കാർ മേഖലയിലെ ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റ്, കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന് 23 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കോവിഡ് കാലഘട്ടത്തിൽ ആദ്യമായി MP ഫണ്ട് വെന്റിലേറ്ററുകൾക്ക് വേണ്ടി വിനിയോഗിച്ച ഒരു MP എന്നുള്ളതും ഞാൻ തന്നെയാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് അറിയാതിരുന്നൊരു വിഷയമാണ് വൈപ്പിനിൽ നിന്ന് ബസ്സുകൾക്ക് നഗരപ്രവേശനമില്ല എന്നുള്ളത്, തിരിച്ചങ്ങോട്ടും. ആ വിഷയം ജനകീയ ശ്രദ്ധ നേടിയതും സർക്കാർ നിയമനിർമ്മാണത്തിന് മുതിർന്നതും ആ ഒരു ഉപവാസ സമരത്തിലൂടെയാണ്. അത്
എത്ര സ്വകാര്യ ബില്ലുകൾ ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. അതിലൊരു പ്രധാനപ്പെട്ട സ്വകാര്യ ബില്ലായിരുന്നു സ്ത്രീകൾക്കുള്ള മെൻസ്ട്രുവൽ പ്രോഡക്ട്സിന് സൗജന്യമായി നൽകണം, അവർക്ക് മെൻസ്ട്രുവൽ ലീവ് കൊടുക്കണം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഡോക്ടേഴ്സിനും ഹെൽത്ത് പ്രൊഫഷണൽസിനും എതിരെയുള്ള അക്രമ പ്രവർത്തനങ്ങൾ ഒരു സ്വകാര്യ ബില്ലായിട്ട് വന്നൊരു കാര്യമാണ്. സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് കൊച്ചിയിൽ സ്ഥാപിക്കണമെന്നുള്ളതും ഒരു സ്വകാര്യ ബില്ലായിരുന്നു. CSR ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായി വിനിയോഗിക്കാൻ അതിൻ്റെ ശതമാനം കൂട്ടണമെന്ന് പറഞ്ഞതും എൻ്റെ സ്വകാര്യ ബില്ലായിരുന്നു. അതിൻ്റെ പ്രിപ്പറേഷൻ മോഡിലിരിക്കുമ്പോഴാണ് തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റണം എന്നുള്ള ഒരു ബില്ലും ചർച്ചയായത്. അത് കൊച്ചി എന്ന് പറയുന്ന 65 മുതൽ 70% വരെ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വിഹിതം നൽകുന്ന ഒരു ജില്ല കൂടുതൽ അർഹിക്കുന്നു. ആ വിഷയത്തിലെ ഗൗരവമേറിയ ചർച്ചകളിലേക്കാണ് ഈ സ്വകാര്യ ബില്ല് വഴിവെച്ചിട്ടുള്ളത്. കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ സ്ട്രീറ്റ് MB ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കി സ്മാർട്ട് അംഗൻവാടികൾ ഒരു ലാൻഡ്മാർക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് പദ്ധതികൾക്ക് തുടർച്ച ആവശ്യമായിട്ടുള്ളതുണ്ട്. അത് റോറോ സർവീസുകളിൽ കൂടുതൽ വാഹനങ്ങൾ 200ഉം 250ഉം വാഹനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ കയറ്റാൻ പറ്റുന്നത് പോലെ വൈപ്പിൻ കൊച്ചി മേഖലയിലേക്കുള്ള ഗതാഗത സംവിധാനങ്ങളും കൂടുതൽ കാര്യക്ഷമമായി മറ്റ് വികസന പദ്ധതികളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരു ഉറപ്പും ജനങ്ങൾക്ക് നൽകുന്നില്ല. 5 വർഷത്തെ എൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മാർക്കിടാനുള്ള ഒരു അവസരമാണ്. അതേസമയം വിലയിരുത്തൽ നടത്താൻ തയ്യാറായില്ലെങ്കിലും സമഗ്ര മാറ്റത്തിന് വഴിയൊരുക്കുന്ന പദ്ധതികളുടെ ഇല്ലായ്മ മുൻ എതിരാളിയും മന്ത്രിയുമായ P. രാജീവും ചൂണ്ടിക്കാട്ടി. ഞാനിപ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്ക് പൊതുവെ സമഗ്രമായിട്ടൊരു മാറ്റം നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട്. റെയിൽവേ വികസനം നമുക്ക് ആവശ്യപ്പെട്ട രൂപത്തിലുള്ള വകയിരുത്തലുകൾ വന്നിട്ടില്ല. ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ് സൗത്ത് സ്റ്റേഷൻ്റെ ആധുനിക ഇന്റർനാഷണൽ നിലവാരത്തിൽ അന്ന് പ്രഖ്യാപിച്ചതാണ്. അത് ഇതുവരെയും നമുക്ക് പ്രായോഗികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ വല്ലാർപാടം കണ്ടെയ്നേഴ്സ് 1 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനത്തോടെ ആരംഭിച്ചതാണ്. അത് ആ രൂപത്തിൽ വികസിപ്പിക്കുന്നതിന് നമുക്ക് കുറേയേറെ കഴിയേണ്ടതുണ്ട്. നല്ല രീതിയിൽ യൂണിയൻ ഗവൺമെൻറ് സഹായം നഗരത്തിന് ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത്. മണ്ഡലത്തിൽ വലിയ വട്ടപൂജ്യമാണ് MP ഹൈബി ഈഡനെന്ന് ഇടതുപക്ഷം വിലയിരുത്തുന്നു. ഒരു ചെറുപ്പക്കാരൻ പാർലമെൻറ്റ് അംഗമാകുക, നല്ല വിദ്യാഭ്യാസം അക്കാദമിക്കായി നേടിയിട്ടുള്ള ഒരാൾ, എല്ലാവർക്കും വലിയ പ്രതീക്ഷകളുണ്ടായി കാണും. ഒരു MP എന്നുള്ള നിലക്ക് അദ്ദേഹം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്തതായി പറയാൻ കഴിയും എന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സൈസ് ഡ്യൂട്ടി കൊണ്ടുപോകുന്നത് ഈ മണ്ഡലത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് പിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ GST വിഹിതം എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഏറ്റവും അധികം തുക നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം തുക ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴും അതിൻ്റെ അർഹതപ്പെട്ട വിഹിതം കേരളീയർക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഈ മണ്ഡലത്തിന് വേണ്ടി ചോദിച്ചു വാങ്ങാൻ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. കൊച്ചി മധുര ഹൈവേ അത് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രമാണ് ഒന്നും ചെയ്യാത്തത് എന്ന് അദ്ദേഹത്തിന് അറിയുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതിന് സ്ഥലമേറ്റെടുക്കാനോ ഹൈവേ ആരംഭിക്കാനോ ഒരു ശ്രമവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജംഗ്ഷനായ വൈറ്റില നിവാസികളും നമ്മുടെ നാട്ടുകാരുമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗതാഗതക്കുരുക്കാണ്. അത് നാഷണൽ ഹൈവേ കൊണ്ട് ആ ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് വികസനം നടത്തിക്കാൻ, അതിനാവശ്യമായ സ്ഥലമേറ്റെടുക്കാൻ പാലാരിവട്ടത്തെ മോഡലിൽ വാഹനങ്ങൾ നിൽക്കാതെ ബ്ലോക്കില്ലാതെ സഞ്ചരിക്കാനുള്ള ഒരു ഇടപെടൽ MP നടത്തേണ്ടതായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എടപ്പള്ളി മുതൽ അരൂർ വരെ എലിവേറ്റഡ് ഹൈവേ ഇപ്പോഴും ചർച്ചയിൽ മാത്രമാണ്. അത് തൻ്റെ മണ്ഡലത്തിലാണ് ഈ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കേണ്ടത് എന്നൊരു ധാരണ MPക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. തീരദേശ ഹൈവേ അത് പരസ്പരം കൂട്ടിമുട്ടണമെങ്കിൽ കൊച്ചിയിലെ കപ്പൽച്ചാലിനടിയിലൂടെ ടണൽ നിർമ്മിച്ച് അതിനടിയിലൂടെ വാഹനങ്ങൾ പോകാനുള്ള സംവിധാനം ഉണ്ടാവണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം, പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുവാദം വേണം. അക്കാര്യത്തിലും അദ്ദേഹം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആ കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കെതിരായി കേന്ദ്ര ഗവൺമെൻറ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി, പ്രത്യേകിച്ചും വിദേശികൾക്ക് അനുകൂലമായ നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ അതിനെ എതിർക്കേണ്ട MP ആ കടലോര മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനും സംരക്ഷിക്കാനും ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല, ചെല്ലാനം ഉൾപ്പെടെ കടലാക്രമണത്തിൻ്റെ രൂക്ഷത പേറിയിരുന്ന ഘട്ടത്തിൽ MP എന്നുള്ള നിലക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ പരിശ്രമിച്ചിട്ടില്ല. ഞങ്ങളെയൊക്കെ ഒരു വലിയ അത്ഭുതപ്പെടുത്തിയൊരു മനുഷ്യനാണ് അദ്ദേഹം. കാരണം നാഷണൽ ഹൈവേ എടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരായി ചില ആളുകളുടെ നേതൃത്വത്തിൽ
വലിയ പ്രതിഷേധമൊക്കെ നടന്നു. SDP ഒക്കെ എൻ്റെ മുമ്പിലുണ്ടായി. ആ പ്രതിഷേധക്കാരുടെ കൂടെ സ്ഥലം ഏറ്റെടുക്കാതിരിക്കാൻ, ആറുവരിപ്പാത നിർമ്മിക്കാതിരിക്കാൻ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഹൈബി നിലക്കൊണ്ടു എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. HIL അത് അടച്ചുപൂട്ടി. കപ്പൽശാലയുടെ ഓഹരി വിൽപ്പന നടക്കുന്നു. അത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. നമ്മുടെ കൊച്ചി തുറമുഖം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. അതിന്നൊരു ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാണാൻ കഴിയുന്നില്ല. FACT ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. ഫാക്റ്റിനു വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. HMT 12,000 തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഒരു വിപുലമായ സംവിധാനമാണ്. അതിൻ്റെ നവീകരണത്തിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാനും അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇങ്ങനെ ഏത് രംഗമെടുത്താലും ഹൈബിയുടെ ഒരു വട്ടപൂജ്യമാണ് എന്നതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. നഗരമെന്ന നിലയിൽ ഉണ്ടായേക്കാവുന്ന സ്വാഭാവിക വികസനത്തിന് അപ്പുറം ഒന്നും നടത്താൻ ഇന്നുവരെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു MPക്കും കഴിഞ്ഞിട്ടില്ലെന്നും അതിൻ്റെ പിൻഗാമിയാണ് ഹൈബി ഈഡനെന്നും BJP നേതൃത്വം വിലയിരുത്തി. 1947 ശേഷം ആസൂത്രിതമായി വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ശ്രമം ഒരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ഒരു MPയും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതേ പാതയാണ് ബഹുമാനപ്പെട്ട ഹൈബി ഈഡനും പിന്തുടർന്നിരിക്കുന്നത്. ഭാവനാശൂന്യതയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇച്ഛാശക്തിയല്ല, ഭാവന വേണ്ടേ. വന്ന വരവ് ചെന്ന ചെലവ് അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ആകെ നടന്നിരിക്കുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ KV തോമസ് MPയുടെയും ഹൈബി ഈഡൻ MPയുടെയും വികസന ഫണ്ട് ഉപയോഗിച്ച് പണിതത് എന്ന നിലക്ക് ചില സ്ഥലത്തൊക്കെ എഴുതി വെച്ച് ചില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്താ ഉള്ളത്? കൊച്ചിയിൽ 3 പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 1 കൊതുക്, 2 വെള്ളക്കെട്ട്, മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്, 3 മാലിന്യ നിർമ്മാർജ്ജനം. ഒരു രക്ഷയില്ല. ഇത്രയും കൊല്ലമായിട്ട് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് പരിഹാരം കണ്ടെത്തേണ്ട ഒരു ബാധ്യത ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന MPക്കും MLAക്കും കോർപ്പറേഷനും പഞ്ചായത്തിനും ഒക്കെ ഇല്ലേ? മോദി ആവിഷ്കരിച്ചിരിക്കുന്ന ചില പദ്ധതികൾ, ഇത്തരം പദ്ധതികളുടെ ഗുണഭോക്താക്കളാക്കി ഈ പ്രദേശത്തെ ജനങ്ങളെ ഇങ്ങനൊരു സർക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് മാറ്റാനുള്ള ബാധ്യത ഒരു MPക്കല്ലേ? ഒരു സാംസ്കാരിക സമുച്ചയം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ടീഷർട്ട് ഇട്ട് കൂട്ടവോട്ടം നടത്തുന്ന ജിമ്മിക്സ് ഉണ്ടല്ലോ, ആ കൂട്ടവോട്ടം നടത്തുന്ന ജിമ്മിക്സാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയുടെ ഒരു സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടില്ല. രാഷ്ട്രീയ വിലയിരുത്തലുകൾക്കപ്പുറം പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തവും കൃത്യവുമാണ്. വികസനമാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ആ വികസനം സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിൽ, അല്ലെങ്കിൽ ആ വികസനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ MP പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുണ്ട്. 10ൽ 4 മാർക്ക്, ബിഗ് 0. ഹൈബീഡിനെ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമാണ്. നിയോജക മണ്ഡലത്തിലെ ഹൈബീഡിൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. ഞാൻ 5 മാർക്ക് കൊടുക്കാം. 6 മാർക്ക് കൊടുക്കാം. 10ൽ ഒരു 8 മാർക്ക് കൊടുക്കാം. വളരെ ക്രിയാത്മകമായിട്ടുള്ള വികസനങ്ങൾ ഈ മണ്ഡലത്തിലോട്ട് കൊണ്ടുവരുമെന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഹോണസ്റ്റ്ലി അതൊരിക്കലും അത് വളരെ നിരാശാജനകമാണ്. ഒരു 3.5 കൊടുക്കാം. ഞാൻ എന്ത് പ്രോഗ്രാമിന് പോയാലും അവിടെ ഹൈബീഡിനെ കാണാറുണ്ട്. 8 മാർക്സ് കൊടുക്കും. യുവാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ധാരാളം വികസന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. 8.5 എനിക്ക് നൽകാൻ പറ്റും. അദ്ദേഹത്തിന് പറ്റിലൊരു 5.5 മാർക്ക് വരെ നൽകാൻ സാധിക്കും. കാരണം അദ്ദേഹം യൂത്ത് ആയതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 10ൽ 5 കൊടുത്താൽ മതി. 10 4 മാർക്കുള്ളൂ. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണമായിരുന്നു. 10 മാർക്ക്. 10ൽ 10. 7 മാർക്ക് കൊടുക്കാം. 10ൽ ഒരു 5 കൊടുക്കാം. 10ൽ ഒരു 8-9 മാർക്ക് കൊടുക്കാം. ആള് കുഴപ്പമൊന്നുമില്ല, ആൾ ഉഷാറാണ്. ഒരു 7 കൊടുക്കാം. 10ൽ 6 മാർക്ക്. 7.5. 10ലൊരു 7 മാർക്ക് കിട്ടും. 8-9 കൊടുക്കാം. പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. ഭാവിയുള്ള മനുഷ്യനാണ്, നല്ല പ്രവർത്തനമാണ്. 10ൽ പുള്ളി 8 മാർക്ക് കൊടുക്കും. അവർക്കൊരു 10ൽ 7, 7.5. ഹൈബീഡിനൊന്നല്ല, കേരളത്തിലെ ഒരു മെജോറിറ്റി MPമാരെയും പ്രവർത്തനം മോശമായിരുന്നു. ഒരു 4 മാർക്ക് കൊടുക്കും. പുള്ളി മാക്സിമം പുള്ളിക്ക് ഓടാവുന്ന അത്രയും പുള്ളി ഓടി. 10ൽ 7 മാർക്ക് കൊടുക്കുക. മണ്ഡലത്തിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കപ്പുറം ഉയരുന്ന മതസ്വാധീനം ഇത്തവണ വിലപ്പോകില്ലെന്ന് എതിർകക്ഷി നേതാക്കൾ വ്യക്തമാക്കുന്നു. സംഖ്യാനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ ജനങ്ങൾ കൂടുതലുള്ളത് ഹിന്ദുക്കളാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മതവിഭാഗത്തിന് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നിയോജക മണ്ഡലമല്ല എറണാകുളം. അതുതന്നെ ഇന്നത്തെ മണിപ്പൂരിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ, അതുപോലെ ക്രൈസ്തവ സംഘടനകൾ ആകെ ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ള ഓൾ ഇന്ത്യ ക്രൈസ്തവ ഫോറം, അതിൻ്റെ എല്ലാം നിലപാടുകൾ എല്ലാം ഈ കോൺഗ്രസിൻ്റെയും BJPയുടെയും നിലപാടുകൾക്കെതിരാണ്.
എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികൾ ആര് തന്നെയായാലും ജനങ്ങളുടെ വിലയിരുത്തൽ കൃത്യമായിരിക്കും. പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കിട്ട് തന്നെ അവർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കും. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കും ശ്രീജിത്തിനുമൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.